എവരിവൺ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ബീട്രൂട്ട് പച്ചടി വെക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് ചീകി എടുത്തിട്ട് വരാം. ഞാൻ ഒരു മൺപാത്രം എടുത്തിരിക്കുന്നത്. കുറച്ച് ബീട്രൂട്ട് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ ഉണ്ടാക്കിയ വേസ്റ്റ് ആകത്തില്ല, അതുകൊണ്ട് കുറച്ച് ബീട്രൂട്ട് എടുത്തിരിക്കുകയാണ്. അത് നന്നായിട്ട് ചീവിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇനി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളക് ഇടുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ അളവിന് നമുക്ക് കടുക് കൂടെ ചേർക്കണം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിനി നല്ല പേസ്റ്റായിട്ട് അരയ്ക്കാം. ഇനി നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് തൈര് കുറച്ചൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതിനകത്തോട്ട് ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ 1 കപ്പ് തൈര് എടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഗ്യാസ് ഞാൻ അണച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചിടാം. എണ്ണ ഒഴിച്ചു. ഞാൻ തേങ്ങ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കടുക്, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സദ്യക്കൊക്കെ പറ്റിയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.